നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ മുതിർന്ന നേതാവ് കെ സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ്. കെ സുധാകരൻ്റെ ആവശ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനും കണ്ണൂർ സീറ്റ് സുധാകരന് നൽകാനുമാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. നിലവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ടി.ഒ. മോഹനനെ മാറ്റിയായിരിക്കും സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക. പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സര രംഗത്തെത്തുമെന്ന സുധാകരൻ്റെ വെല്ലുവിളി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിലും അനുനയത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോയ സുധാകരനെ എ.കെ. ആന്റണി വിളിച്ച് സംസാരിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയിൽ ചർച്ചയ്ക്കായി സുധാകരൻ ഡൽഹിയിലെത്തിയത്. തുടക്കം മുതൽ തന്നെ സംസ്ഥാന നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയായിരുന്നു. എം.പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടുംപിടുത്തം പിടിച്ചതോടെ സുധാകരൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളെല്ലാം പാളി. സതീശനൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ അടിയുറച്ചു നിന്നതോടെ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെല്ലാം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. ഇതോടെ നിലപാട് വ്യക്തമാക്കാൻ വ്യാഴാഴ്ച 12 മണിയോടെ സുധാകരൻ മാധ്യമങ്ങളെ കാണുമെന്ന വാർത്തകളും പുറത്തുവന്നു. പിന്നാലെ സുധാകരൻ നേതാക്കളെ ഓരോരുത്തരെയായി വിളിച്ച് ഗുഡ് ബൈ പറഞ്ഞു. വിളിച്ച നേതാക്കളെല്ലാം അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. ഇതിനിടെ കണ്ണൂർ DCCക്ക് മുൻപിൽ സുധാകരൻ അനുകൂലികൾ തമ്പടിച്ച് മുദ്രാവാക്യം മുഴക്കാനും തുടങ്ങിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് വിഷയത്തിൽ എ.കെ. ആന്റണി ഇടപെടുന്നത്. ആന്റണിയുടെ ഇടപെടലിൽ സുധാകരൻ വഴങ്ങുകയായിരുന്നു. എന്നാൽ കണ്ണൂർ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സുധാകരൻ വിസമ്മതിച്ചു. സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായതോടെ വ്യാഴാഴ്ച ഡൽഹിയിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ ഇന്ന് കോൺഗ്രസ് പുറത്തുവിടും. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. HDFC ബാങ്കിനെ വൻ പ്രതിസന്ധിയിലാക്കി ചെയർമാൻ അതനു ചക്രവർത്തി രാജിവെച്ചു. കഴിഞ്ഞ 2 വർഷമായി ബാങ്കിൽ നടക്കുന്ന ചില നടപടികൾ തൻ്റെ മൂല്യങ്ങളും നൈതികതയുമായി ഒത്തുപോകുന്നില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു അതനുവിൻ്റെ രാജി. ചെയർമാൻ്റെ രാജിയോടെ വിപണിയിൽ HDFC ബാങ്കിൻ്റെ ഓഹരിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാവിലെ 8.6% നഷ്ടം നേരിട്ട് 770 രൂപയുടെ നിലവാരത്തിലാണ് ഓഹരിയുടെ വ്യാപാരം ആരംഭിച്ചത്. HDFC ബാങ്ക് ഓഹരിയുടെ ഒരു വർഷക്കാലയളവിലെ ഏറ്റവും താഴ്ന്ന നിലവാരമാണിത്. നിക്ഷേപകരുടെ സമ്പത്തിൽ 1 ലക്ഷം കോടി രൂപയിലധികം കുറവുണ്ടായതായാണ് കണക്കാക്കുന്നത്. അതേസമയം നിയമപരമായ കുഴപ്പങ്ങളൊന്നും ബാങ്കിൻ്റെ നടപടികളിൽ ഇല്ലെന്ന് മാനേജ്മെൻറ്റ് പ്രതികരിച്ചു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്ഥാനമുണ്ടെന്ന് റിസർവ് ബാങ്ക് കണക്കാക്കുന്ന രാജ്യത്തെ 3 ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് HDFC. 2021 മെയ് മാസത്തിലാണ് അതനു ചക്രവർത്തി HDFC ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകുന്നത്. അതിനു മുമ്പ് 2019-20 കാലയളവിൽ ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സാമ്പത്തികകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. 2018-19 കാലയളവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് വകുപ്പിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതനു ചക്രവർത്തിയുടെ കീഴിലാണ് HDFC ബാങ്കും ഹൗസിംഗ് ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും തമ്മിലുള്ള ലയനം നടന്നത്. ഇതോടെ ആസ്തി മൂല്യത്തിൻ്റെ കണക്കിൽ SBIക്ക് പിന്നിൽ രാജ്യത്തെ 2ാമത്തെ വലിയ ബാങ്കിംഗ് സ്ഥാപനമായി HDFC ബാങ്ക് മാറി. 28.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് HDFC ബാങ്ക് നേടിയിട്ടുള്ളത്. ഡയറക്ടർ ബോർഡിൽ നിന്നും അതനു ചക്രവർത്തി രാജിവെച്ചതോടെ ബാങ്കിൻ്റെ താൽക്കാലിക പാർട്ട് ടൈം ചെയർമാനായി KG മിസ്ത്രിയെ റിസർവ് ബാങ്ക് നിയമിച്ചിട്ടുണ്ട്. മാർച്ച് 19 മുതൽ നിയമനത്തിന് സാധുതയും നൽകിയിട്ടുണ്ട്. ഇനിയുള്ള 3 മാസത്തേക്കാണ് KG മിസ്ത്രിക്ക് HDFC ബാങ്കിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ബാങ്കുമായി ലയിക്കുന്നതിന് മുൻപ് ഭവന വായ്പാ കമ്പനിയായിരുന്ന HDFC ലിമിറ്റഡിൻ്റെ വൈസ് ചെയർമാനും CEO-യുമായിരുന്നു KG മിസ്ത്രി. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിയ ആക്രമണം 2 ആഴ്ച പിന്നിട്ടതോടെ ഊർജ്ജ സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. എണ്ണപ്പാടങ്ങൾക്കെതിരായ ആക്രമണങ്ങളാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഖത്തറിലെയും UAE-യിലെയും സൗദി അറേബ്യയിലെയും റിഫൈനറികൾക്കും ഗ്യാസ് പ്ലാന്റുകൾക്കും നേരെ ഇറാനും ആക്രമണം നടത്തി. ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റുകൾ UAE അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ 2 റിഫൈനറികളും ആക്രമിക്കപ്പെട്ടതായി സൗദി അറേബ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്കോ ഖത്തറിനോ ഒരു പങ്കുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ തുടരുന്ന ആക്രമണങ്ങളിലെ രോഷം കാരണമാണ് ഇസ്രായേൽ സൗത്ത് പാഴ്സിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഖത്തർ ഒരു തരത്തിലും ഇതിൽ പങ്കാളികളല്ല. മാത്രമല്ല, ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് അവർക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. നിർഭാഗ്യവശാൽ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ ഇറാൻ ഖത്തറിലെ LNG ഗ്യാസ് പ്ലാന്റിനെ അന്യായമായി ആക്രമിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി. സൗത്ത് പാഴ്സ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ഇനി ആക്രമണങ്ങൾ നടത്തില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ വീണ്ടും ഖത്തറിനെ പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അമേരിക്ക സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് പൂർണ്ണമായും തകർക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ
ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഖത്തർ എനർജിയും അറിയിച്ചിട്ടുണ്ട്. ഗ്യാസ് ടു ലിക്വിഡ് പ്ലാന്റിന് വലിയ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൗദി അറേബ്യയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിനിടെ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. എംബസിയിലെ സൈനിക അറ്റാഷയും സുരക്ഷാ അറ്റാഷയും 2 അറ്റാഷേ ഓഫീസുകളിലെയും ജീവനക്കാരും എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സൺ നോൺ ഗ്രാറ്റ, അതായത് രാജ്യത്തിന് അനഭിമതരായ വിദേശികളായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണ ടാങ്കറുകളും ചരക്ക് കപ്പലുകളും പുറത്തെത്തിക്കാൻ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഇന്ത്യ. നിലവിൽ 21 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളിൽ ജീവനക്കാരായി 611 ഇന്ത്യക്കാരുണ്ട്. നേരത്തെ കുടുങ്ങിക്കിടന്ന 2 LPG ടാങ്കറുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ രാജ്യത്തെ LPG ഉൽപ്പാദനം 40% ഉയർത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. ഇതിനിടെ രാജ്യത്തേക്ക് അവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ ഇറാൻ സർക്കാർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ റെഡ് ക്രസന്റിന് കൈമാറിയ മരുന്നുകൾ അതിർത്തി രാജ്യങ്ങൾ വഴി റോഡ് മാർഗം ഇറാനിലെത്തിക്കാനാണ് തീരുമാനം.